ചാനൽ 6ാം ക്ലാസ് ഹിന്ദി 2023-24 സെക്കൻഡ് ടൈം ഇവാലുവേഷൻ, അതായത് 2023-24 ക്രിസ്മസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിന് ഒന്നാമത്തെ ഗതിവിധി സൂചന ഗഡേ പടയാവ് പ്രശ്നവും ഉത്തരം ലിഖിए. അപ്പൊ താഴെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്, അത് വായിച്ചിട്ട് അതിന്റെ താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാന്. चंदनवन में सभी जानवर मिलजुल कर रहते थे. वन में नदी के पास एक स्कूल था. जानवरों के सभी बच्चे वहाँ पढ़ने जाते थे. स्कूल का टीचर जबो हाथी था. स्कूल के सभी बच्चे होशियार थे. आगे जोड़ी നോക്കാം. जानवर कहाँ रहते थे. जानवर कहाँ रहते थे. അപ്പോൾ 4 ഓപ്ഷൻ ഉണ്ട്. അതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? चंदनवन में. नेक्स्ट स्कूल कहाँ था. स्कूल कहाँ था. नदी के पास. ഏതാണ്? नदी के पास. नेक्स्ट क्वेश्चन स्कूल का टीचर कौन था. स्कूल का टीचर कौन था. എന്താണ്? जंबो हाथी. नेक्स्ट स्कूल के बच्चे कैसे थे. എന്താണ്? होशियार. എന്താണ്? होशियार. ओके. സഹി പ്രസ്താവ് ചുൻകർ ലിഖിए. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം. സബി ജാൻവർ ചന്ദൻ വൻ में अस्तुप रहते थे. सभी जानवर चंदन वन में मिलजुल कर रहते थे. सभी जानवर चंदन वन में अलग अलग रहते थे. सभी जानवर चंदन वन में निराश रहते थे. അപ്പൊ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? രണ്ടാമത്തേന്. സബി ജാൻവർ ചന്ദൻ വൻ में मिलजुल कर रहते थे. നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം. ഗതിവിധി 2. सूचना हिंदुस्तान हमारा पाक का यह अंश पढ़ाओ. प्रश्नों के उत्तर लिखिए. भारत संसार का ऐसा ताज है जिसकी चमक विश्व पर फैली है. इसकी खूबसूरत भौगोलिक झलक समय समय पर रंग बदलते अनोख मौसम शान बनी छप्पन संस्कृति सब इस ताज में जड़े हीरे है. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. यह किस देश का वर्णन है. ഏത് ദേശത്തിനെ കുറിച്ചാണ് ഇവിടെ വർണ്ണിക്കുന്നത്? ഏതാണ്? ഭാരത് का. എന്താണ്? ഭാരത് का. ഇനി അടുത്ത് നോക്കാം. ഗണ്ഡ के आधार पर सही मिलान करें. അപ്പൊ മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പൊ ആദ്യത്തെ നോക്കാം. അനോഖ്യ മൗസം. അപ്പൊ ഇതിന്റെ ഏതാ വരിക? രംഗ് ബദൽത്തെ ഹേ. ഇനി അടുത്തത് സപ്പൻ സംസ്കൃതി. അതേതാ വരിക? ഭാരത് കി ഷാൻ ഹേ. ഇനി അടുത്ത മൂന്നാമത്തെ ഭാരത് കി ചമക്. ഭാരത് കി ചമക് എന്താ വരിക? വിശ്വ പർ ഫൈലി ഹേ. ദെൻ ഭൗഗോളിക് ജലക്. ഭൗഗോളിക് ജലക് അതെന്താ വരിക? അത് ഏതാ? ഗുബ്സൂരത് ഹേ എന്നാണ്. ഗുബ്സൂരത് ഹേ എന്ന് വരും. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്നത്. നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 3. അപ്പൊ അടുത്ത എന്താ? ഗതിവിധി 3 എന്താണ്? ഒരു കവിത തന്നിട്ടുണ്ട്. ആ കവിത തന്നെ വായിച്ച് അതിന്റെ താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പൊ കവിത കൂട്ടുകാർ വായിച്ചു നോക്കാം. പിന്നെ ആദ്യത്തെ ക്വസ്റ്റ്യൻ വർണ്ണൻ ഹേ. എന്തിനെ കുറിച്ചിട്ടാണ് കവിത വർണ്ണിക്കുന്നത്? എന്താണ്? മുർജായെ ഹുए फूल का. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? ഇൻമേ से दो सही प्रस्ताव चुनकर लीजिए. അപ്പൊ തന്നിരിക്കുന്നതിൽ 2 ശരിയായ പ്രസ്താവനകൾ ചൂസ് ചെയ്യാണ്. അപ്പൊ വായിച്ചു നോക്കാം. मुरझाए हुए फूल का हृदय नहीं दुखाना है. मुरझाई हुई फूल का हृदय दुखाना है. मुरझाए हुए फूल की पंखुड़ियों को नहीं बिगड़ाने हैं. मुरझाए हुए फूल की पंखुड़ियों को बिगड़ाना है. അപ്പൊ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ്, കറക്റ്റ് ആയിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? മുർജാए हुए फूल का हृदय नहीं दुखाना है. അതുപോലെ തന്നെ मुरझाए हुए फूल की पंखुड़ियों को नहीं बिगड़ाना है. ഓക്കെ. നമുക്ക് അടുത്ത ഗതിവിധി നോക്കാം. ഗതിവിധി 4. അപ്പൊ അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഗതിവിധി 4 ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് വായിച്ചു നോക്കാം. പിന്നെ ആദ്യത്തെ ഗതിവിധി നോക്കാം.
ഗതിവിധി नहीं दुखाना है അതുപോലെ തന്നെ മുർജാए हुए फूल की पंखुड़ियों को नहीं बिगड़ाना है ഓക്കെ നമുക്ക് അടുത്ത ഗതിവിധി നോക്കാം ഗതിവിധി 4 അപ്പോൾ അടുത്ത ആക്ടിവിറ്റി നോക്കാം ഗതിവിധി 4 ഒരു പാരഗ്രാഫ് കൊടുത്തിട്ട് കുഴിയാംകോ नहीं बिगड़ाना है ഓക്കെ നമുക്ക് അടുത്ത ഗതിവിധി നോക്കാം ഗതിവിധി 4 അപ്പോൾ അടുത്ത ആക്ടിവിറ്റി നോക്കാം ഗതിവിധി 4 ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വായിച്ച് നോക്കാം ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ സൈലബ് ने कहा जानकर तबाही मचाए എന്താ അതിന്റെ ആൻസർ എന്താ ഉത്തരാഖണ്ഡ് में ഒന്നെങ്കിൽ ഉത്തരാഖണ്ഡ് में എഴുതാം അല്ലെങ്കിൽ ബദ്രീനാഥ് में എന്നും എഴുതാം ഓക്കെ ഇനി അടുത്തത് दुनिया में इंसानियत बनाए रंग എന്താണ് दुनिया में इंसानियत बनाए रंग यह संदेश देते हुए एक पोस्टर तैयार करें അപ്പോൾ ഈ സന്ദേശം പറയുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ കൂട്ടുകാർ ചിത്രമൊക്കെ വരച്ചിട്ട് കളർഫുൾ ആയിട്ട് ആ പോസ്റ്റർ തയ്യാറാക്കാം ഓക്കെ നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം ഗതിവിധി 5 गतिविधि 5 नन्हा उल्लू पाड़ का ये अंश पड़ा प्रश्नों का उत्तर लिखिए नन्हा उल्लू എന്ന് പറയുന്ന പാഠത്തിന്റെ സെന്റൻസ് ആണ് സ്റ്റേറ്റ്മെന്റ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് വായിച്ച് നോക്കിയിട്ട് താഴെയുള്ള പ്രശ്നം താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം നന്ഹാ ഉल्लू पूरी रात कहाँ बैठा रहा അപ്പോൾ ഇവിടെയാണ് ഇരുന്നത് പേട് പറയുകയാണ് പേട് पर अम्मा उल्लू और नन्हा उल्लू के बीच का वार्तालाप तैयार करें അപ്പൊ എന്താണ് അമ്മ ഉല്ലും അതുപോലെ തന്നെ നന്ന ഉല്ലും തമ്മിലുള്ള വാർത്താലാപ്പ് തയ്യാറാക്കാണ് അപ്പൊ ആദ്യത്തെ തന്നിട്ടുണ്ട് നന്ന ഉല്ലു പറയുന്നുണ്ട് അമ്മ एक बात पूछो അപ്പൊ അമ്മ ഉല്ലു പറയുന്നുണ്ട് ഹാം പൂച്ചോ എന്ന് പറയുന്നുണ്ട് അപ്പൊ ബാക്കി നമുക്ക് എഴുതി നോക്കാം അപ്പൊ നന്ന ഉല്ലു അമ്മയോട് ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ് ഹാം പൂച്ചോ അപ്പൊ ചോദിച്ചോ എന്ന് അമ്മ പറയാണ് അപ്പൊ ബാക്കിയുള്ള കോൺവെർസേഷൻ നമുക്ക് ഈ പാരഗ്രാഫിൽ തന്നെ എഴുതാൻ പറ്റും അപ്പൊ नन्हा എന്താ ചോദിച്ചിട്ടുണ്ടാവുക സമുദ്ര കിतना गहरा है സമുദ്ര कितना गहरा है അപ്പോ നन्हा ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് വെറുതെ മാർക്ക് ചെയ്തിട്ടുള്ളത് സമുദ്ര कितना गहरा है അപ്പൊ അമ്മ എന്ത് പറയും बहुत गहरा നല്ല ആഴമുണ്ട് സമുദ്രം बहुत गहरा എന്ന് പറയും പിന്നെ നन्हा ചോദിക്കും कितना गहरा എത്ര ആഴമുണ്ട് ആഴമുണ്ട് സമുദ്രത്തിന് എന്ന് പിന്നെയും ചോദിക്കും ആര് നन्हा അപ്പൊ അമ്മ പറയും लगभग उतना हो गहरा है जितनी ऊंच आसमान है എന്താണ് ആകാശം എത്ര ഉയരണ്ടോ അത്രയും താഴ്ചയുണ്ട് സമുദ്രത്തിന് എന്ന് അമ്മ പറഞ്ഞു കൊടുക്കും ഓക്കെ സ്റ്റേറ്റ്മെന്റ് കൂട്ടുകാർ ചിത്രമൊക്കെ വരച്ചിട്ട് കളർഫുൾ ആയിട്ട് ആ പോസ്റ്റർ തയ്യാറാക്കാം ഓക്കെ നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം ഗതിവിധി അപ്പൊ ആസ്മാൻ കാര്യങ്ങള് വെൽക്കം ബാക്ക് ടു